മൊബൈൽ ബാങ്കിംഗ് പഠിക്കുന്നതിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഒരു SMS അയക്കാനും വരുന്ന SMS നോക്കാനും കഴിയുമോ? എങ്കിൽ നിങ്ങൾക്കും മൊബൈൽ ബാങ്കിംഗ് പഠിക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ കഴിയും. നമുക്ക് പഠിക്കാൻ കഴിയാത്തതിന് കാരണം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആരും പറഞ്ഞു തരാൻ ഇല്ലാത്തതിനാലാണ്. മൊബൈൽ ബാങ്കിംഗ് പഠിക്കുന്നതിന് മലയാളത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല വീഡിയോ ട്യൂട്ടോറിയലാണിത്. ഇപ്പോൾ കറൻസി ക്ഷാമം നാം നേരിടുകയാണല്ലോ. എല്ലാ പേരും ഇത് പഠിച്ചു കഴിഞ്ഞാൽ കറൻസി നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയും. കാരണം 1 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ നമുക്ക് ഒരു ദിവസം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ കഴിയും. MMIDയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കാൻ കഴിയും. IFSC കോഡോ അക്കൗണ്ട് നമ്പറോ ഒന്നും വേണ്ട. പണം തരേണ്ടയാൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടയാളിന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൊടുക്കാനും കഴിയും. സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കാൻ സിമ്പിൾ ആണെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരല്പം പാടുള്ള കാര്യമാണ്. നമുക്കിതാദ്യം നമ്മുടെ ഫോണിൽ എങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഫ്രീഡം ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. മേക്ക് യൂസർ ID, 2 ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ, 3 രജിസ്റ്റർ, 4 ചേഞ്ച് MPIN, 5 ആക്ടിവേഷൻ, 6 GPRS ആക്ടിവേഷൻ, 7 ATM മൊബൈൽ ബാങ്കിംഗ് രജിസ്ട്രേഷൻ, അതല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് രജിസ്ട്രേഷൻ. ഇത്രയും ചെയ്താൽ മാത്രമേ നമ്മളുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയുള്ളൂ. ഇത് SBI അല്ലെങ്കിൽ SBTയുടെ അക്കൗണ്ടുള്ളവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോണിൽ ആദ്യം ഈ സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യം നമുക്കൊരു യൂസർ IDയും പാസ്വേഡും വേണം. ഈ യൂസർ IDയും പാസ്വേഡും നമുക്ക് കിട്ടുന്നതിനായിട്ട് SMS അയക്കേണ്ട നമ്പർ ഇതാണ്: 9223440000 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം MBSREG എന്ന് വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ SMS അയക്കണം. ഇപ്പോൾ നമുക്ക് തിരിച്ചൊരു SMS ലഭിക്കും. ഇതിൽ ഒരു യൂസർ IDയും പാസ്വേഡും ഉണ്ടാവും. പ്ലേ സ്റ്റോറിൽ പോയി സ്റ്റേറ്റ് ബാങ്ക് ഫ്രീഡം എന്ന് ടൈപ്പ് ചെയ്യണം. അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഫ്രീഡത്തിന്റെ ഒരു സോഫ്റ്റ്വെയർ കിട്ടും. അതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ മതി, തനിയെ ഇൻസ്റ്റാൾ ആയിക്കോളും. ഇവിടെ എക്സ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താലും മതിയാവും. നമ്മൾ രജിസ്റ്റർ ബട്ടണിൽ അടിക്കുക. ആൾറെഡി ഹാവ് യൂസർ ID ആൻഡ് ഡിഫാൾട്ട് MPIN എന്ന് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് SMS ലഭിച്ച യൂസർ ID ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ഒരു SMS അയച്ചപ്പോൾ നമുക്കൊരു യൂസർ ID ഒരു പാസ്വേഡും കിട്ടി. ആ യൂസർ ID ഇവിടെ കൊടുക്കുക. നമ്മൾ യൂസർ ID അടിച്ചതിന് ശേഷം എക്സ്പെക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, യൂസർ ID ആൾറെഡി വന്നു കഴിഞ്ഞു. ഇവിടെ ഓൾഡ് MPIN കിടപ്പുണ്ട്. ഓൾഡ് MPIN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SMS ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമുക്കൊരു യൂസർ IDയും ഒരു MPINും കിട്ടിയിട്ടുണ്ട്, ഒരു പാസ്വേഡാണ്. അപ്പോൾ ആ കിട്ടിയ യൂസർ ID നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞു. ആ MPIN ഇവിടെ അടിക്കുക. അതിനുശേഷം
നമ്മൾ പുതിയൊരു എൻ പിൻ കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 6 അക്ഷരമേ പാടുള്ളൂ. 6 അക്ഷരമുള്ള ഒരു എൻ പിൻ കൊടുക്കാം. പക്ഷേ അതിൽ ഒരക്കം മസ്റ്റായിട്ടും ചിഹ്നങ്ങൾ കൊടുക്കണം. ഏതെങ്കിലും ഒരു ചിഹ്നം, ഹാഷ്, സ്ലാഷ്, ഏതുപോലത്തെ ഏതെങ്കിലും ഒരു ചിഹ്നം കൊടുത്ത് വേണം ചെയ്യാൻ. ചിഹ്നം അടക്കമാണ് 6 അക്ഷരം, 6 ക്യാരക്ടർ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഈ കൊടുക്കുന്ന പിൻ നമ്മൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കണം. എഴുതി വെച്ചതിന് ശേഷമേ ഇത് ടൈപ്പ് ചെയ്യാവുള്ളൂ. മുകളിൽ കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി താഴെ ടൈപ്പ് ചെയ്യണം. എഴുതി വെക്കുന്ന പാസ്വേഡ് ആരും കാണാതെ നോക്കണം. നമ്മളുടെ പാസ്വേഡാണ് നമ്മളുടെ താക്കോൽ. ഈ പാസ്വേഡ് ഒരിക്കലും മറ്റാരും കാണാതെ ശ്രദ്ധയിൽ വെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാം, യുവർ എൻ പിൻ ഈസ് ചേഞ്ച്ഡ് എന്ന് കാണിക്കും. അതിൽ ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആക്ടിവേഷനാണ്. നമ്മളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ആക്ടിവേഷൻ ചെയ്യണം. ഇതിനായിട്ട് നമ്മളിവിടെ ആക്ടിവേറ്റ് എന്നുള്ളൊരു ബട്ടണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്തത് നമുക്ക് GPRS ആക്ടിവേഷനാണ്. GPRS ആക്ടിവേഷന് വേണ്ടി നമ്മളുടെ ഫോണിലുള്ള GPRSന്റെ സ്വിച്ച് ഓൺ ആക്കുക. മുകളിൽ വശത്ത് നമ്മൾ വൈഫൈ, ബ്ലൂടൂത്ത് ഒക്കെ ഓൺ ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ലൊക്കേഷൻ എന്നുള്ള ഒരു ഐക്കൺ കാണും, അത് ഓൺ ആക്കുക. അത് ഓണാക്കിയതിന് ശേഷം MBS GAC അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം ഒരു കോഡും കൂടെ ഇപ്പം നമുക്കൊരു SMS കിട്ടും. MBS GAC എന്നതിന് ശേഷം ഒരു കോഡ് കിട്ടും. ഇത് ഓരോരുത്തർക്കും ഓരോരോ നമ്പരായിരിക്കും. MBS GAC എന്നുള്ള ഈ നമ്പർ ഇത് നിങ്ങൾ എഴുതിയെടുത്ത് വെച്ചതിന് ശേഷം ഈ താഴെ കാണുന്ന നമ്പർ, നമ്മൾ ആദ്യം അയച്ച നമ്പർ 9223440000 എന്ന നമ്പറിലോട്ട് ഈ നമ്പർ, അതായത് MBS GAC നമ്മൾ വലിയ അക്ഷരം ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം കൂടെ വന്ന നമ്പരും ടൈപ്പ് ചെയ്യണം. ഇത് ഇത്രയും ഭാഗം, അതായത് MBS GAC നിങ്ങൾക്ക് വന്ന നമ്പർ എത്രയാണോ അത്രയും ടൈപ്പ് ചെയ്ത് നമ്മൾ 9223440000 ഈ നമ്പറിലോട്ട് SMS കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു മെസ്സേജ് കൂടെ കിട്ടും. MPIN വാലിഡേഷൻ ഫ്രം ഹാൻഡ്സെറ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. ചേഞ്ച് MPIN ആൻഡ് വാലിഡേഷൻ ഫ്രം ഹാൻഡ്സെറ്റ് സക്സസ്ഫുൾ. ഈ ഒരു മെസ്സേജ് ലഭിച്ചു കഴിഞ്ഞാൽ ഹാൻഡ്സെറ്റിലുള്ള എല്ലാ, അതായത് നമ്മൾ ഫോണിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. നമുക്ക് ATM പോയി മൊബൈൽ രജിസ്ട്രേഷനിൽ എടുത്ത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉള്ളവർക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് വഴി ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്നാണ്. ഇപ്പൊ ഞാൻ ആദ്യം ATM പോയി എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. മൊബൈൽ രജിസ്ട്രേഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ചിലർ മൊബൈൽ ബാങ്കിങ് രജിസ്ട്രേഷൻ എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മൊബൈൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് മൊബൈൽ ബാങ്കിങ് രജിസ്ട്രേഷൻ എന്നുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കിട്ടും. ചിലതിൽ ഒന്നാമതായിട്ട് തന്നെ ഈ മൊബൈൽ ബാങ്കിങ് രജിസ്ട്രേഷൻ എന്ന് കാണും. മൊബൈൽ ബാങ്കിങ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ് നമ്മളുടെ മൊബൈൽ നമ്പർ എത്രയാണോ, അതായത് സോഫ്റ്റ്വെയർ ചെയ്ത ഫോൺ ഏതാണോ ആ ഫോൺ നമ്പർ ഇതിൽ എൻ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് യെസ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കൺഫേം ചോദിക്കും. ഈ നമ്പർ താണോ എന്ന് ഒരിക്കൽ കൂടി ചോദിക്കും. ചിലതിൽ നമ്മൾ ഒന്നും കൂടി ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി, നമ്മൾ നമ്പർ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ വീണ്ടും കൺഫേം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യുവർ മൊബൈൽ രജിസ്ട്രേഷൻ ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ്, മൊബൈൽ ബാങ്കിങ് വിൽ ബി ആക്ടിവേറ്റഡ് ഓൺ ദ മൊബൈൽ നമ്പർ എൻറ്റേർഡ് ബൈ യു എന്ന മെസ്സേജ് വരും. ഇത് ഓരോ സിസ്റ്റത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇത്രയുമായി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ബാങ്കിങ്ങിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിയും. നിങ്ങളുടെ സോഫ്റ്റ്വെയർ, മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ പ്രവർത്തിക്കാൻ സജ്ജമായി കഴിഞ്ഞു. ഇതിന്റെ ഇന്റർനെറ്റ് ബാങ്കിങ് വഴി ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് കൂടി അതിൽ കാണിച്ചു തരാം. ഇന്റർനെറ്റ് ബാങ്കിങ് ഉള്ളവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ സൈറ്റ് എടുക്കുക. അതിനെടുത്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഈ സർവീസ് മുകളിൽ കിടപ്പുണ്ട്. ഈ സർവീസ്
ഈ സർവീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഫ്രീഡം എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഫ്രീഡം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അക്കൗണ്ട് നമ്പറിൽ അവിടെ ഒരു സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ, അതായത് നമുക്ക് SMS വഴി കിട്ടിയ മൊബൈൽ യൂസർ ID ചോദിക്കുക. യൂസർ ID ഇവിടെ കൊടുക്കുക. അതിൻ്റെ താഴെ നമ്മളുടെ മൊബൈൽ നമ്പറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അതേ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ അടിക്കുക. ഇതിനുശേഷം നിങ്ങളുടെ ഒരു പ്രൊഫൈൽ പാസ്വേഡ് കാണും. നമ്മൾ നെറ്റ് ബാങ്കിങ് എടുക്കുമ്പോൾ നമുക്ക് 2 പാസ്വേഡ് കിട്ടും. ഒന്ന് ലോഗിൻ പാസ്വേഡും ഒന്ന് പ്രൊഫൈൽ പാസ്വേഡും. ഈ പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊഫൈൽ പാസ്വേഡ് ഇവിടെ അടിക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നെറ്റ് ബാങ്കിന്, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഫ്രീഡം ഇപ്പോൾ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് കണ്ടിട്ട് വേണം ഇതിന്റെ പാർട്ട് 2 ഇറക്കണോ വേണ്ടെന്ന് നോക്കാൻ. കാരണം ഞാൻ ഇത് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ പാർട്ട് 2 എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.